നമസ്കാരം. തമിഴ് സിനിമാ ലോകവും സോഷ്യൽ മീഡിയയും ഒരുപോലെ ചർച്ച ചെയ്യുന്ന സൂര്യയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് കറുപ്പ്. കറുപ്പസ്വാമിയുടെയും കാവൽ ദൈവങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഈ സിനിമയുടെ കഥ കേട്ട് പലരും ചോദിക്കുന്നു, ഇതൊരു വെറും സിനിമാ കഥയാണോ അതോ യഥാർത്ഥ സംഭവമാണ്? സിനിമയുടെ അണിയറ പ്രവർത്തകർ പോലും ഒളിച്ചു വയ്ക്കുന്ന, എന്നാൽ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാവുന്ന ആ സത്യം ഞങ്ങൾ ഇന്ന് വെളിപ്പെടുത്തുകയാണ്. കറുപ്പ് എന്ന സിനിമ നേരിട്ട് പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്നത് ഭക്തന് വേണ്ടി ബ്രിട്ടീഷ് കോടതിയിൽ നേരിട്ട് കയറി സാക്ഷി പറഞ്ഞ സാക്ഷാൽ ഹൈക്കോടതി മഹാരാജ സുടല്യമാടന്റെ യഥാർത്ഥ ചരിത്രത്തിൽ നിന്നാണ്. എന്താണ് അത്ഭുത കഥ? നമുക്ക് നോക്കാം. സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ആ ചരിത്രം അറിയണം. വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലുള്ള അരുമുഖമംഗലം എന്ന ഗ്രാമത്തിൽ ഒരു ക്രൂരമായ കൊലപാതകം നടന്നു. ചിന്നൻ എന്ന പാവപ്പെട്ട ഒരു ഇടയൻ ഈ കൊലപാതകത്തിന് സാക്ഷിയായി. അനീതിക്കെതിരെ പ്രതികരിക്കാൻ തീരുമാനിച്ച ചിന്നൻ കോടതിയിൽ സാക്ഷി പറയാൻ തയ്യാറെടുത്തു. എന്നാൽ തങ്ങൾ ശിക്ഷിക്കപ്പെടുന്ന ഭയന്ന പ്രതികൾ ചിന്നനെ തട്ടിക്കൊണ്ടുപോയി ഒരു പഴയ കെട്ടിടത്തിൽ കെട്ടിയിട്ടു. അയാൾ കോടതിയിലെത്തിയില്ലെങ്കിൽ കേസ് തള്ളിപ്പോകുമായിരുന്നു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. കേസ് കോടതി പരിഗണിച്ചപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചിന്നൻ കോടതി മുറിയിലേക്ക് നടന്നു വന്നു. പ്രതികളുടെ മുഖം വിളറി വെളുത്തു. ജഡ്ജിക്ക് മുന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹം കൊലപാതകത്തിന്റെ എല്ലാ വിവരങ്ങളും കൃത്യമായി വിവരിച്ചു. ആ സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ കോടതി പ്രതികൾക്ക് കഠിന ശിക്ഷ വിധിച്ചു. പക്ഷേ യഥാർത്ഥ ഞെട്ടൽ അതിന് ശേഷമായിരുന്നു. ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ ആൾക്കാർ ചിന്നനെ കെട്ടിയിട്ട തടവറയിലേക്ക് ഓടിയെത്തി. അവിടെ അവർ കണ്ടത് ഇപ്പോഴും അബോധാവസ്ഥയിൽ കിടക്കുന്ന യഥാർത്ഥ ചിന്നനെയാണ്. അങ്ങനെയാണെങ്കിൽ കോടതിയിൽ വന്ന് സാക്ഷി പറഞ്ഞത് ആരായിരുന്നു? തങ്ങളെ കാക്കുന്ന സുടലമാട സ്വാമി തന്നെയായിരുന്നു അത്. അന്ന് മുതലാണ് സ്വാമിയെ ഭക്തർ ഹൈക്കോടതി മഹാരാജാവ് എന്ന് വിളിക്കാൻ തുടങ്ങിയത്. കറുപ്പ് എന്ന സിനിമയുടെ കാതലായ കഥാതന്തുവും ഇതിന്റെ ഐതിഹ്യത്തെ ചുറ്റിപ്പറ്റിയാണ്. തമിഴ്നാട്ടിന്റെയും കേരളത്തിന്റെയും അതിർത്തി ഗ്രാമങ്ങളിൽ കാവൽ ദൈവങ്ങൾ വെറും വിശ്വാസമല്ല, ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. നിയമവും പോലീസും കൈമലർത്തുന്ന പല പ്രതിസന്ധികളിലും ഗ്രാമീണർ ഇന്നും അഭയം പ്രാപിക്കുന്നത് ഈ ദൈവങ്ങളുടെ സന്നിധിയിലേക്കാണ്. സൂര്യയുടെ കറുപ്പ് എന്ന സിനിമയും സംസാരിക്കുന്നത് ഇതേ പരമമായ നീതിയെക്കുറിച്ചാണ്. മനുഷ്യന്റെ കോടതികളിൽ പണവും സ്വാധീനവും കൊണ്ട് നീതി അട്ടിമറിക്കുമ്പോൾ പ്രകൃതിയുടെയും ഈശ്വരന്റെയും കോടതിയിൽ നിന്ന് വിധി നടപ്പിലാക്കാൻ ഒരു കറുത്ത ശക്തി അവതരിക്കുന്നു. അറുമുഖമംഗലത്തെ ഹൈക്കോടതി മഹാരാജ ക്ഷേത്രത്തിൽ ഇന്നും ഭക്തർ വരുന്നത് കള്ളക്കേസുകളിൽ നിന്നും ഭൂമി തർക്കങ്ങളിൽ നിന്നും മോചനം നേടാനാണ്. കോടതി കയറി മടുത്തവർ ഈ മാടൻ സ്വാമിയുടെ മുന്നിൽ വന്ന് പ്രാർത്ഥിച്ചാൽ ദിവസങ്ങൾക്കകം വിധി അവർക്ക് അനുകൂലമാകുമെന്നാണ് വിശ്വാസം. ഈ സിനിമയിൽ നമ്മൾ കാണുന്ന ഉഗ്രമായ ആചാരങ്ങൾ, അത് അർദ്ധരാത്രിയിലെ പൂജകൾ, ചോരയർപ്പിച്ചുള്ള വഴിപാടുകൾ, തപ്പട്ട മേളത്തിന്റെ അകമ്പൊടിയോടുള്ള കോമരങ്ങളുടെ ചുവടുകൾ, ഇതെല്ലാം ഹൈക്കോടതി മഹാരാജാവിന്റെ കൊടയുത്സവത്തിന്റെ നേർക്കാഴ്ചകളാണ്. നാട്ടുദൈവങ്ങളുടെ ഈ രൗദ്രഭാവവും ഗ്രാമീണ പശ്ചാത്തലവും അതേ തീവ്രതയോടെയാണ് ഈ സിനിമയിലും ചിത്രീകരിച്ചിരിക്കുന്നത്. മനുഷ്യനെഴുതിയ നിയമപുസ്തകങ്ങൾ തോറ്റെടുത്ത് പരമമായ നീതി നടപ്പിലാക്കിയ ഹൈക്കോടതി മഹാരാജ സുടല്യമാടന്റെ കഥയാണ് സൂര്യയുടെ കറുപ്പ് എന്ന സിനിമയിലൂടെ ജനങ്ങളിലേക്ക് എത്തിയത്. ഒരു സിനിമ എന്നതിലപ്പുറം നൂറ്റാണ്ടുകളായി നമ്മുടെ ഗ്രാമങ്ങൾ വിശ്വസിച്ചു പോരുന്ന ഒരു വലിയ സത്യത്തിന്റെ നേർക്കാഴ്ചയാണ് ഈ സിനിമ.